ഓണം കഴിഞ്ഞെങ്കിലും സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പറിന്റെ വിൽപ്പനയിൽ കുതിക്കുകയാണ് ഇടുക്കി. ഭാഗ്യക്കുറി വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക സമ്മാനമായി നൽകുന്ന ഇത്തവണത്തെ ബമ്പർ എടുക്കുവാൻ ആളുകളുടെ തിരക്കാണ്. 30 കോടി രൂപയാണ് ഈ വർഷത്തെ ഒന്നാം സമ്മാനം. ഏറ്റവും ജനപ്രിയമായ ലോട്ടറികളിലൊന്നാണ് ഓണം ബമ്പർ. ഓണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ബമ്പർ നറുക്കെടുപ്പ് നടക്കും. കേരളത്തിന് പ്രധാനമായും 5 ബമ്പർ ലോട്ടറികളാണുള്ളത്. ഓണം ബമ്പർ, ക്രിസ്തുമസ് ന്യൂ ഇയർ ബമ്പർ, വിഷു ബമ്പർ, സമ്മർ ബമ്പർ, മൺസൂൺ ബമ്പർ എന്നിവയാണവ. ഇവയിൽ ഏറ്റവും കൂടുതൽ സമ്മാനം നൽകുന്നത് ഓണം ബമ്പറിനാണ്. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന സമ്മാനത്തുകയിൽ നിന്ന് വൻ വർധനവാണ് ഈ വർഷം വരുത്തിയത്. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുമായാണ് ഓണം ബമ്പർ 2026 ഇത്തവണ വിപണിയിലെത്തിയത്. 30 കോടി രൂപയാണ് ഈ വർഷത്തെ ഓണം സമ്മാനം. കഴിഞ്ഞ 4 വർഷമായി 25 കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനമെങ്കിൽ ഇത്തവണ 5 കോടിയുടെ വർധനവാണ് വരുത്തിയത്. അതിനാൽ തന്നെ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. നറുക്കെടുപ്പ് 26 അടുത്ത മാസം 26 പ്രൈസ് കൂടുതലാണ്. 30 കോടി ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, അങ്ങനെ ഒത്തിരി പ്രൈസുകളുണ്ട്. നല്ല കച്ചവടമുണ്ട്, കച്ചവടമുണ്ട്. നമുക്ക് മിക്ക ജില്ലയിലും ലോട്ടറികൾ ഉണ്ട്. ഇവിടെ 2016 10 കോടി രൂപയായിരുന്നു ഓണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം. 10 വർഷങ്ങൾക്കിപ്പുറം 20 കോടിയുടെ വർധനവാണ് സമ്മാനത്തിൽ ഓണം ബമ്പർ കൈവരിച്ചിരിക്കുന്നത്. 2017 10 കോടി 12 കോടിയാക്കി ഉയർന്നിരുന്നുവെങ്കിൽ 2018 വീണ്ടും 10 കോടിയിൽ തന്നെ ടിക്കറ്റ് പുറത്തിറക്കുകയായിരുന്നു. പിന്നീട് 4 വർഷങ്ങളോളം വേണ്ടിവന്നു സമ്മാനത്തിൽ തിരുത്തൽ വരുത്താൻ. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ആളുകൾ ബമ്പർ ലോട്ടറി എടുക്കുകയും സമ്മാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷവും ടിക്കറ്റ് വിൽപ്പനയിൽ ചരിത്ര നിരക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോട്ടറി വകുപ്പ്. സെപ്റ്റംബർ 26 ശനിയാഴ്ചയാണ് ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പ് നടക്കുക. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.